കുഞ്ഞു വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും നമുക്കത് കൊട്ടാരമായിരിക്കും. ഇത് കൊട്ടാരം തന്നെ വീട്. പ്രേക്ഷകർക്ക് ഒന്ന് കാണിച്ചു വീട്. ഇതെത്ര 1700 സ്ക്വയർ ഫീറ്റ്. 1700 സ്ക്വയർ ഫീറ്റ് ആണ്. വീടാണ്. അതെ അതെ. 40 ലക്ഷം രൂപ ചിലവാക്കി വെച്ചത്. അപ്പൊ കുഞ്ഞു വീടല്ല 40 ലക്ഷം രൂപ ചിലവാക്കണം അല്ലേ? അതെ തീർച്ചയായിട്ടും. അത്യാവശ്യം വലിയ വീട് തന്നെയാണ്. ഇപ്പൊ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് യൂട്യൂബ് ചാനലിൽ നിന്ന് വരുമാനം കൊണ്ടാണ്. പ്രചോദനം തീർച്ചയായിട്ടും നമ്മളെ യൂട്യൂബ് തന്നെയാണ്. കാരണം നമ്മുടെ യൂട്യൂബേഴ്സിന് മെയിൻ ആയിട്ട് വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ആണ്. ബാക്ക്ഗ്രൗണ്ട് നല്ല നല്ല ഇതായിട്ടുള്ള. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഞാനൊരു കമന്റ് കണ്ടു, എന്താ യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി വീട് വെക്കേണ്ടി വന്ന മാതൃകാ ദമ്പതികളെന്ന്. അങ്ങനെയല്ല, ഞങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്. കാരണം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളോ വീടോ കാര്യങ്ങളോ അങ്ങനെ ഉള്ള സെറ്റപ്പ് ഒന്നും ആയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ തുടക്കകാലത്ത് തന്നെ ടിക്ടോക്ക് സമയമാണ്. അപ്പം മാമൻ്റെ വീട്ടിൽ പോയി, ഇവിടുന്ന് 3-4 കിലോമീറ്റർ ഉണ്ട്. അപ്പം മാമൻ്റെ വീട്ടിൽ പോയാണ് ഡെയിലി പോയി വന്ന് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം പിന്നെ നമ്മുടെ ഷോമ്മയുടെ വീട്ടിൽ പിന്നെയുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ഷോമ്മ അടുക്കളയും. ഇതാണ് നമ്മുടെ ഫുൾ കണ്ടന്റ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഈ ബ്രാൻഡിന്റെ പരസ്യങ്ങളൊക്കെ വരത്തില്ലേ, അപ്പോ അവര് പറയും അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല, അതൊക്കെ വരുന്നുണ്ട്. എന്നുവെച്ചാൽ ഭയങ്കര വരുമാനം ഞങ്ങൾ തീർച്ചയായിട്ടും. കാരണം ഒരുപാട് റിജക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ. ഈ ഒരു അതായത് അവര് പറയും പിന്നെ സോഫയുടെ സംഭവം വേണം, അടുക്കള ഇങ്ങനെ ആയിരിക്കണം, എല്ലാം ഹാൾ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ അതിന് കാണും. അപ്പൊ ഞങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ. അപ്പൊ അയ്യോ ഇത് എന്തോ ചെയ്യും, അങ്ങനെയൊക്കെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങളെ. കുഞ്ഞു കുഞ്ഞു പരസ്യങ്ങളാ പിന്നെ ചെയ്യുന്നത്.